ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഉള്ളിലേഹിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ കേട്ടോ, ട്രൈ ചെയ്യണേ. നമുക്ക് തുടങ്ങാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഉള്ളിലേഹിയാണ്. 1 കിലോ ഉള്ളി, പിന്നെ ഒരു 400 ശർക്കര ഉരുക്കിയത്, പിന്നെ ഉരുക്കി അരിച്ചെടുക്കണം. തെങ്ങിൻ ചക്കരയാണ് കേട്ടോ. പിന്നെ ഇത് ഉലുവ, ജീരകം, പിന്നെ 1-ാം പാല്, 2-ാം പാല്, കശുവണ്ടി, നെയ്യ്, പിന്നെ ഇത് 3-ാം പാല്. 3-ാം പാല് എവിടെയാ? ഇത് 3-ാം പാല്. പിന്നെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലേഹ്യത്തിന് പച്ചമരുന്ന് ആയുർവേദ കടയിൽ നിന്ന് ഉള്ളിലേഹ്യം ഉണ്ടാക്കാനാന്ന് പറഞ്ഞാൽ അവർ തരും. ഇത് ചതകുപ്പിയും കണ്ണി കണ്ട എല്ലാ ഇതുകളും ഉള്ളതാണ്. നല്ല ഇതാണ്. ഇത് ഇതിൽ ആഡ് ചെയ്യാം. എല്ലാവരും ഉള്ളിലേഹ്യം ഉണ്ടാക്കുന്നവർ ചേർക്കില്ല, പക്ഷെ ഞാനിത് ചേർക്കാൻ പോവാണ്. അപ്പോൾ ഉള്ളിയിൽ നമ്മൾ 3-ാം പാൽ ഒഴിച്ചിട്ട് ഒരു 2 അടി അടിച്ചെടുക്കാം കുക്കറിൽ. നമ്മുടെ ഉള്ളി വെന്ത് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി അടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, പുഴുങ്ങി അടിച്ചെടുത്തിട്ടുണ്ട്. ഉരുളി അടുപ്പത്ത് വെച്ച് ഒരു 3 സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് ചൂടായപ്പോൾ അതേ ഉള്ളി അരച്ച് വെച്ച ഉള്ളി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പാകം വരണം. അപ്പോൾ നമുക്ക് പാകമായി വന്നിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലേഹ്യത്തിൻ്റെ പൊടി, മരുന്നിൻ്റെ പൊടി നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ പച്ചമരുന്നിൻ്റെ ഇതുകളാണ്. നല്ല ഇതും ഗ്യാസൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള പൊടിയാണിത്. അരിമോദകം, അതേമാതിരി ഉലുവ ഒക്കെ ഇട്ട പൊടിച്ച പൊടിയാണത്. അത് മരുന്നും കടയിൽ ചോദിച്ചാൽ കിട്ടും നമുക്ക്. ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസം വലിയ ഇതുണ്ടാവില്ല, എന്നാലും നല്ല രസമായിരിക്കും. മധുരമൊക്കെ ചേർക്കണതല്ലേ തേങ്ങാപ്പാൽ. ഭയങ്കര പൊട്ടിത്തെറിക്കലാണ് കേട്ടോ. നമ്മൾ അടച്ച് വെച്ചിട്ട് വേണം, ഇടയ്ക്കോടെ കയ്യിൽ കടത്തിയിട്ടൊന്ന് ഇളക്കാമെന്നല്ലാണ്ട്, അല്ലെങ്കിൽ മുഖത്തേക്കൊക്കെ പൊട്ടിത്തെറിക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി 2-ാം പാൽ ഒഴിക്കാം. അപ്പോൾ വറ്റി വരണം. പിന്നെ ജീരകം, ഉലുവ, ശർക്കരപ്പാനി ഇതിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി. ഇനി ലാസ്റ്റ് 1-ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതായിട്ട് വരുമ്പോൾ, നന്നായിട്ട് കുറുകി വരുമ്പോൾ 1-ാം പാൽ ഒഴിച്ച് ഇളക്കി 1-ാം പാൽ ഒഴിച്ച് റെഡിയാക്കി എടുക്കണം. അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ലേഹ്യത്തിലെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് 1-ാം പാലും അണ്ടിപ്പരിപ്പും ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാനും നല്ലതാണ്. ഉള്ളിലേക്ക് ഇങ്ങനെ ഈ കുഴമ്പ് പോലെ തന്നെ വായയിൽ കിട്ടുമ്പോൾ നമുക്ക് നല്ല രസം തോന്നില്ലല്ലോ. ഇടയ്ക്കൊന്ന് കടിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നാവും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പും ഒന്ന് നെയ്യിൽ വറുത്ത് ഒരു നുറുക്കുന്ന പോലെ കഷ്ണങ്ങളാക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ലേഹ്യം ശരിയായി കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഇതിലിടുന്ന ആ മരുന്നുണ്ടല്ലോ, അത് ആയുർവേദ കടയിൽ പോയാൽ കിട്ടും. ഉള്ളിലേഹ്യത്തിലിടുന്ന പൊടി എന്ന് പറഞ്ഞാൽ മതി. എല്ലാവരും പൊടി ഇടാറില്ല, ആ മരുന്നിൻ്റെ പൊടി. ഞാൻ ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു 3-4 പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് അതിന് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഇപ്പം ഞാനത് ഇട്ടത്. ഓക്കെ, ഇട്ടത് അങ്ങനെ ഫിനിഷായും കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി വെള്ളം പറ്റാനുണ്ട്. അപ്പോൾ നമ്മുടെ ലേഹ്യം ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ വെള്ളം പാകം നോക്കണമെങ്കിൽ പൊട്ടിത്തെറിക്കൽ നിൽക്കും. 2-ാമത്തെ കാര്യം, നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ കണ്ട 2 ഭാഗത്തും ഇങ്ങനെ ഉറച്ച് നിൽക്കണം, അല്ലാണ്ട് അതാണ് വെള്ളത്തിൻ്റെ പാകം. അപ്പോൾ ഏറെക്കുറെ ശരിയായി. പിന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.
അമ്മമാർ ഇത് കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ് ഉണ്ടാവും. അതില്ലാതിരിക്കാനാണ് ഞാൻ ആ പൊടി, പച്ചമരുന്നിൻ്റെ പൊടി ആഡ് ചെയ്തത്. ഓക്കെ, അതൊന്നും ആരും ചെയ്യണതല്ല, ഞാൻ ചെയ്തു. കാരണം ഒരു 5-6 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടൊക്കെ റിസൾട്ട് നല്ലതാണ്. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യണേ.